സാറേ, ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം, അതിൽ ഒന്ന് രണ്ട് സംശയങ്ങൾ. ഒന്ന്, കഴിഞ്ഞ തവണ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയിൽ പോയി. അത് ട്രംപ് പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് മോദിയെ ക്ഷണിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മഹാരാഷ്ട്ര നീങ്ങുന്ന സമയം, ഏതാണ്ട് 5 മാസത്തെ ഗ്യാപ്പ്, 70%, അതായത് 70 ലക്ഷത്തോളം വോട്ടർമാരെ ഇതിൽ കയറ്റി ഉൾക്കൊള്ളിച്ചു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ വാസ്തവമാണോ അതോ വാസ്തവ വിരുദ്ധമാണോ? പൊട്ടത്തരാണ്. രാഹുൽ ഗാന്ധി സാധാരണ പറയുന്നത് മുഴുവൻ അസംബന്ധമായിരിക്കുമല്ലോ. അതെ, അതാണ്. അതായത് കഴിഞ്ഞ കൊല്ലം ട്രംപ് ജയിച്ച ശേഷം ജയശങ്കർ അമേരിക്കയിൽ പോയത് മോദിയെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആകുന്ന ആ ചടങ്ങിലേക്ക് മോദിയെ ക്ഷണിപ്പിക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞത്. എസ് ജയശങ്കർ ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ എക്സിൽ ആ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. മറ്റേത് ഞാൻ പിന്നെ പറയാം. ഇപ്പോ ജയശങ്കർ US പോയത് മോദിയെ ക്ഷണിപ്പിക്കാനാണ് എന്നുള്ളതിന് അദ്ദേഹം തന്നെ, ജയശങ്കർ തന്നെ ഇന്നലെ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് അസത്യമാണ്, പച്ചക്കള്ളമാണ്, മനഃപൂർവ്വം പച്ചക്കള്ളം പറയാണ് രാഹുൽ ഗാന്ധി. 2024 ഡിസംബറിൽ പോയത് അവിടെ മറ്റേ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, പിന്നെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ, അവർ രണ്ടുപേരെയും കണ്ട് സംസാരിക്കാനാണ്. അവർ രണ്ടുപേരെയും കണ്ടു. പിന്നെ അവിടെ കോൺസൽമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, കോൺസൽസ് ജനറൽ മീറ്റ്. അതിൻ്റെ അകത്ത് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചടങ്ങിലും പങ്കെടുത്തു. പിന്നെ ഇനി വരാനുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ട്രംപ് നിർദ്ദിഷ്ട NSA അദ്ദേഹത്തിനെയും കണ്ട് സംസാരിച്ചു. ഇതാണ്. അല്ലാതെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും മോദിക്കുള്ള ക്ഷണം അവിടെ ചർച്ച ആയില്ല. മാത്രമല്ല, മോദി ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാറില്ല, പ്രതിനിധികളെ അയക്കാറാണ് പതിവ്, പ്രത്യേക പ്രതിനിധികളെ അയക്കാറാണ് പതിവ്. എന്നിട്ട് ജയശങ്കർ നന്നായിട്ട് കുത്തി രാഹുലിനിട്ട്. രാഹുലിൻ്റെ നുണകൾ രാഷ്ട്രീയപരമായിരിക്കാം, പൊളിറ്റിക്കൽ ലൈസ് ആയിരിക്കാം. പക്ഷേ അങ്ങനെ പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്ക് നാണക്കേടാണ്. നമ്മുടെ ഇവിടെ പറയാം ഇങ്ങനെ രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് കള്ളമൊക്കെ പറയാം, അത് പക്ഷെ പുറത്ത് നമ്മുടെ നാടിന് നാണക്കേടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാഹുല് മറ്റേ നന്ദി പ്രമേയ ചർച്ച, നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടല്ലോ, അതിനുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ് ഇതൊക്കെ പറയുന്നത്. ആ കൂട്ടത്തിൽ ചൈനയെ ശ്ലാഘിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി. അതും എനിക്ക് ഈ കൂട്ടത്തിൽ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ലോക്സഭാ രേഖകളിൽ നിന്ന് നീക്കി. ഇന്ന് മിക്കവാറും പറഞ്ഞത് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ മോദിയുടെ, അത് പൊളിഞ്ഞ് പാളീസായി. അതുകൊണ്ടാണ് ചൈന ഇവിടെ വലിയ മൊബൈൽ ഫോണിന്റെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഇന്ത്യ ചൈന കയറി കളിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ചൈനയുമായിട്ട് വലിയ ചങ്ങാത്തമാണ് രാഹുൽ ഗാന്ധിക്ക് എന്ന് ആണ് പ്രസംഗം കേട്ടാ തോന്നുക മൊത്തത്തില്. അപ്പൊ ആ ചൈനയെ പുകഴ്ത്തുന്ന ഭാഗങ്ങളൊക്കെ അതിൽ നിന്ന് നീക്കിയിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഇന്ത്യ ഈ ജയിച്ചിരുന്നെങ്കിൽ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പരിപാടിയിൽ ജയിച്ച് ഇന്ത്യ ഒരു വലിയ പൊസിഷനിൽ എത്തിയിരുന്നെങ്കിൽ ട്രംപ് ജയശങ്കർ പോകാതെ തന്നെ മോദിയെ ക്ഷണിച്ചേനെ. നാം വിദേശമന്ത്രിയെ അല്ല കിരീടധാരണത്തിന് വിടേണ്ടത്, നമ്മുടെ ഉൽപാദന പ്രക്രിയയും സാങ്കേതിക വിദ്യയും മെച്ചമായിരുന്നെങ്കിൽ ട്രംപ് ഇവിടെ വന്ന് ക്ഷണിച്ചേനെ. ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതാണ് പൊട്ടത്തരം എന്ന് ജയശങ്കർ തന്നെ തെളിയിച്ചു കഴിഞ്ഞത്. മോദി ഇങ്ങനത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് പോവാറില്ല. അല്ലേ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കൽ പോലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയുടെ ഭരണാധികാരികളൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ, ഒരു പ്രധാനമന്ത്രിമാർ. ഇതിനു മുമ്പും പോയിട്ടില്ലല്ലോ. ഇതിനു മുമ്പും ട്രംപ് അവിടെ പ്രസിഡന്റ് ആയിരുന്നില്ലേ, ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നില്ലേ. മാത്രമല്ല, ജയശങ്കറിനെ ഇങ്ങനെയാണ് അമേരിക്ക ക്ഷണിച്ചിരുത്തിയത്. ആദ്യത്തെ റോയില് ആദ്യത്തെ സീറ്റ് ഇല്ലേ? അതെ, ചൈനീസ് പ്രതിനിധി പോലും രണ്ടാമത്തെ റോയിലോ മറ്റോ ആയിരുന്നു. അപ്പൊ നമ്മളോടുള്ള ആദരവ് എത്രയോ വ്യക്തമാണ്. അതെ.
മൈ ഫ്രണ്ട് മോദി എന്നല്ലേ പറയുന്നത്. അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല രാഹുൽ അല്ലേ, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്. കാരണം ഡീപ് സ്റ്റേറ്റ് തോറ്റതേ, സോറോസ് തോറ്റുപോയത്, ബൈഡൻ തോറ്റുപോയത് ഒന്നും രാഹുലിന് ഇതുവരെ ദഹിച്ചിട്ടില്ല, ഉള്ളിലേക്ക് കയറിയിട്ടില്ല ഇതുവരെ. ആ അജീർണതയാണ് ഈ പ്രകടമാക്കുന്നത്. മാത്രല്ല മോദി 13-ാം തീയതി ട്രംപിനെ കാണുകയാണ്. നെതന്യാഹു ഒക്കെ വിസിറ്റ് ചെയ്തതിനു ശേഷം പിന്നാലെ തന്നെ. അപ്പൊ ഇന്ത്യക്ക് എത്ര പ്രാധാന്യം നൽകുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ കാണാൻ അവസരം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും ഉണ്ട്. മാത്രമല്ല നമ്മൾ സഹകരിക്കല്ലേ. ഈ അനധികൃത കുടിയേറ്റക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടിരുന്ന കാര്യത്തിലൊക്കെ നമ്മളും അമേരിക്കയുടെ കൂടെ നിൽക്കുകയാണ്. ഇനി മഹാരാഷ്ട്രയുടെ കാര്യം. രാഹുൽ ഗാന്ധി പറയുന്നത് 70 ലക്ഷം വോട്ടർമാരെ 5 മാസത്തിൻ്റെ ഉള്ളിൽ അവിടെ അനധികൃതമായിട്ട് ചേർത്തു എന്നാണ്. അപ്പം നമ്മൾ ഈ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന ആ 5 മാസത്തിൽ ജയിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് BJP ജയിച്ചത്, നാട്ടുകാർ വോട്ട് ചെയ്തിട്ടല്ല എന്ന് വരുത്താനാണ്. അപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഷിർദി മണ്ഡലത്തിൽ 7000 പുതിയ വോട്ടർമാരെ ഒറ്റ കെട്ടിടത്തിൽ ചേർത്തിട്ടുണ്ട് എന്നും പറഞ്ഞു ഷിർദി. ഇത് രണ്ടും അസംബന്ധമാണ്, വിവരക്കേടാ. കാരണം നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡാറ്റ നോക്കുക. ഇലക്ഷൻ കമ്മീഷൻ്റെ ഡാറ്റയിൽ പറയുന്നത് 40.81 ലക്ഷം പേരെ ചേർത്തിട്ടുണ്ട്. 70 ലക്ഷം എന്ന് പറഞ്ഞൊരു കണക്കില്ല മൊത്തത്തിൽ അവിടെ. 2019-2024 ആകെ അവിടെ ചേർത്തിരിക്കുന്നത് 5 കൊല്ലം കൊണ്ട് 1.22 കോടി ആളുകളെയാണ്. ഇതെന്താന്ന് വെച്ചാൽ ഈ 18 വയസ്സാകുന്ന കുട്ടികളൊക്കെ ഇല്ലേ, ഇവര് മുഴുവൻ വോട്ടർ പട്ടികയിൽ വരില്ലേ ആ സമയത്ത്. അപ്പോൾ ഷിർദിയിലെ ഒരു കെട്ടിടത്തിൽ നിന്നുള്ളത് രാഹുൽ ഗാന്ധി ശരിക്കും പൊട്ടത്തരം പറഞ്ഞതാണ്. ഈ ഷിർദി പ്രശ്നം 2024 കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റി ഉന്നയിച്ച് കഴിഞ്ഞതാണ്. ഇലക്ഷൻ കമ്മീഷന് അത് പൊട്ടത്തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞതുമാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ എല്ലാവർക്കും ഇലക്ട്രൽ റോള് ഈ അന്തിമ ഘട്ടത്തിലാവുമ്പോൾ പാർട്ടികൾക്ക് പരിശോധിക്കാനായിട്ട് 2 കോപ്പി കൊടുക്കാറുണ്ട്. കോൺഗ്രസിനും കൊടുത്തിരുന്നതാണ്, അപ്പോഴൊന്നും പരാതിപ്പെട്ടിരുന്നല്ല. അപ്പോൾ ഈ അവിടുത്തെ പങ്കജ് ലോന്തെ എന്ന് പറഞ്ഞ പ്രാദേശിക നേതാവ് പറഞ്ഞത് ഷിർദിയിലെ അവിടുത്തെ താലൂക്ക് പ്രസിഡന്റ് പോലത്തെ ഒരാളാണ്. ഈ പങ്കജ് ലോന്തെ എന്ന് പറഞ്ഞ ഒരാൾ ഇലക്ഷൻ കമ്മീഷന് കത്തെഴുതിയിരുന്നു, കോൺഗ്രസ് നേതാവ്. അങ്ങേര് ഷിർദിയിൽ മൊത്തത്തിൽ 7000 പേരെ ചേർത്ത കാര്യമാണ് പറഞ്ഞിരുന്നത്. ഒരു കെട്ടിടത്തിൽ എന്നതിലില്ലായിരുന്നു. രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഒരു കെട്ടിടം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കെട്ടിടത്തിൽ 7000 പേരുണ്ടാവുമോ? അപ്പോൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോവുകയാണല്ലേ ഒരു വിഷയത്തെ. വെറുതെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഷിർദിയിലെ പല കെട്ടിടങ്ങളിൽ നിന്ന് 7000 പേരെ ചേർത്തിട്ടുണ്ട്, അത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. ഈ പല കെട്ടിടത്തിലും 18 വയസ്സായ കുട്ടികളും കാണുമല്ലോ. അപ്പോൾ ഓഗസ്റ്റ് 14 ഈ ലോന്തെ ഇലക്ഷൻ കമ്മീഷൻ എഴുതിയിരുന്നത്. നമ്മൾ അതിൻ്റെ രേഖകൾ മുഴുവൻ പറയുകയാണ്. ഷിർദിക്കാരല്ല, പിന്നെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളാണ് എന്നാണ് ഈ കോൺഗ്രസ് നേതാവ് പറഞ്ഞിരുന്നത്. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കും വോട്ട് ചെയ്യണ്ടല്ലേ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ. നവംബർ 29-ാം തീയതി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 ദിവസത്തിന് ശേഷം കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷന് ഒരു കത്തെഴുതിയിരുന്നു. ഒരു 13% ആളുകൾ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡിസംബർ 24-ന് ഇലക്ഷൻ കമ്മീഷൻ കോൺഗ്രസിന് മറുപടി കൊടുത്തു. ആ മറുപടിയിൽ ഉള്ള വസ്തുതകൾ ഞാൻ പറയാം. 48,81,620 പേരെയാണ് കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത്. അതിൽ അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള 8,391 പേരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, നീക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന്. 8 ലക്ഷം പേര് നീക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 8 ലക്ഷം കുറയ്ക്കുമ്പോൾ 40,81,229 ആകെ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ 8 ലക്ഷം പേര് ഇല്ലല്ലോ, 40 ലക്ഷം വന്നു. അപ്പോൾ 18 വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് ചേരാമല്ലോ തെരഞ്ഞെടുപ്പിൽ, വോട്ട് ചെയ്യാം. 18-19
ആ വയസ്സുള്ള 8,72,94 പേര് വോട്ടർ പട്ടികയിലുണ്ട് പുതുതായിട്ട്. 8 ലക്ഷം പേര് പുതുതായിട്ട്. 20-29 വയസ്സുള്ളവർ അവർ 17,74,514 ഉണ്ട്. അപ്പോൾ 20 മുതൽ 29 വരെ നമ്മൾ എടുക്കുമ്പോൾ 18 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ളവർ അവർ തന്നെ 10-30 ലക്ഷത്തിൻ്റെ അടുത്ത് ആളുകൾ വന്നല്ലോ. അതാണ് പുതിയതായിട്ട് ചേർന്നവർ. അങ്ങനെ 18 മുതൽ 29 വയസ്സുള്ളവർ 24,46,608 പേര്, 25 ലക്ഷത്തോളം പേര് ഈ കൂട്ടത്തിൽ പുതിയ വോട്ടർമാരാണ്. ഈ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ കോൺഗ്രസിനെ അറിയിച്ചു കഴിഞ്ഞതാണ്. എന്നിട്ടാണ് രാഹുൽ ഗാന്ധി പോഴത്തം പറയുന്നത്. അപ്പോൾ ഇതിൽ അസാധാരണമായിട്ടൊന്നുമില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ പാർട്ടിക്കും ഫൈനൽ വോട്ടർ പട്ടികയുടെ 2 കോപ്പി കൊടുക്കാറുണ്ട്. 1960 നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും, ഡൗൺലോഡ് ചെയ്ത് കാണാനും പറ്റും. പിന്നെ ഈ ഷിർദി എന്ന് പറഞ്ഞ മണ്ഡലം അതൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. കോൺഗ്രസ്സിൽ ഈ സ്റ്റാൽവാർട്ട് എന്നൊക്കെ പറയുന്ന കോൺഗ്രസിനെയൊക്കെ വളർത്തി മഹാരാഷ്ട്രയിൽ വളർത്തി വലുതാക്കിയ PCC അധ്യക്ഷനൊക്കെ ആയിരുന്ന രാധാകൃഷ്ണ വിഖെ പാട്ടീൽ, അദ്ദേഹം BJP ചേർന്നിരുന്നു. കോൺഗ്രസിൻ്റെ പോക്ക് ശരിയല്ല എന്ന് തോന്നിയിട്ട് അദ്ദേഹമാണ് ഷിർദിയിൽ ജയിച്ചത്. കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് BJPയിൽ ചേർന്നിട്ട് BJP സ്ഥാനാർത്ഥിയായി ഷിർദിയിൽ നിന്ന് ജയിച്ചു. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന കാലത്ത് വോട്ടർമാരെ ചേർക്കുന്നതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. അതെ, നമ്മുടെ ആളുകളെ ചേർത്താലല്ലേ. ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പ് അവിടെ BJP ഈ ഹിന്ദുത്വ വോട്ടർമാരെ മുഴുവൻ ചേർത്തല്ലോ അവിടെ. അതെ, മുമ്പ് മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പോൾ രാധാകൃഷ്ണ വിഖെ പാട്ടീലിന് ഇതൊക്കെ അറിയാം. കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ, ചേർത്തു. അങ്ങനെ ഷിർദിയിൽ ഈ കോൺഗ്രസിൻ്റെ പ്രഭാവതി ഘോർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ അദ്ദേഹം തോൽപ്പിച്ചു. ഇപ്പോൾ രാധാകൃഷ്ണ വിഖെ പാട്ടീൽ അവിടെ ഫട്നാവിസ് മന്ത്രിസഭയിൽ ജലസേചന മന്ത്രിയുമാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ കുറേ കോൺഗ്രസ്സുകാരുടെ കൈയടി മേടിക്കുക എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശരിക്കും ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് ചേരുന്ന ഒരു മാന്യത അല്ലല്ലോ പുലർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സോണിയാഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസില്ലേ? അങ്ങനെയാണെങ്കിൽ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെയും അവകാശ ലംഘന നോട്ടീസ് ആകാവുന്നതാണ്. BJP ആലോചിക്കേണ്ടതാണ്. അപ്പൊ ശരിക്കും സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് തന്നെ പറയാം. അതിനല്ലേ തെറ്റിദ്ധരിപ്പിച്ചതിന് നേരത്തെ തന്നെ ഇന്ദിരാഗാന്ധി 1978 പുറത്താക്കിയിട്ടുള്ളതല്ലേ. ആ പൈതൃകത്തിൽ സോണിയാഗാന്ധി വരുന്നു, രാഹുൽ ഗാന്ധിയും വരട്ടെ. കുടുംബ പാരമ്പര്യം അല്ലേ? അങ്ങനെ ആവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.